സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട ക്രിസ്തുയായി തീരട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകിട്ടുപോയാൽ ഉപ്പിനെ വീണ്ടും എങ്ങനെ ഉറ കൂട്ടും? അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. സഹോദരങ്ങളെ, നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമുക്ക് നൽകിയിരിക്കുന്ന കൗദാശികമായിട്ടുള്ള അഭിഷേകങ്ങൾ, മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, നമ്മുടെ ജീവിതമാകുന്ന ഉപ്പിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഉറയാണത്. ഈ ആത്മാവിൻ്റെ ഉറ നഷ്ടപ്പെട്ടാലേ പിന്നെ നമ്മളെക്കൊണ്ട് ഒരു കാര്യവുമില്ല. അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യർ ചവിട്ടപ്പെടാനല്ലാതെ മറ്റെന്തിനത് കൊള്ളും? നമ്മുടെ പലരുടെയും ദുഃഖങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ആത്മാവ് നമ്മളെ ഉപേക്ഷിച്ചതല്ല, നമ്മൾ ആത്മാവിനെ ഉപേക്ഷിച്ചതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഈ ശ്ലൈഹിക അഭിഷേകത്തിൽ പറയാനുള്ളത്, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപ്പിൻ്റെ ഉറയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ഉറകെട്ട ഉപ്പ് മാനസാന്തരത്തിൻ്റെ വലിയ വഴികളിലൂടെ വീണ്ടും ഉറ കൂട്ടാനായിട്ട് കർത്താവിൻ്റെ മുൻപിൽ കാത്തിരിക്കുക. നിങ്ങളുടെ സർവ്വനിയോഗങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഈ സമയത്ത് നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥനക്കഥകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദീനരോധനങ്ങൾ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ, നിങ്ങൾ അസ്വസ്ഥപ്പെടുന്ന നിങ്ങളുടെ രോഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ മുൻപിലെ അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായിട്ട് സമർപ്പിക്കുക. കർത്താവെ, കൈവെപ്പിൻ്റെ അഭിഷേകത്തിലൂടെ പൗരോഹിത്യത്തിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ബലഹീനനും പാപിയുമായ എന്നെ നീ അനുഗ്രഹിച്ചുവല്ലോ. നിന്റെ നാമത്തിലെ, നിന്റെ വലിയ സഭയുടെ വലിയ സാന്നിധ്യത്തിലെ നിന്റെ മക്കൾക്ക് നൽകുന്ന ഈ ശ്ലൈഹികമായ ആശീർവാദത്തെ നീ കൈക്കൊള്ളുമാറാകണമേ. ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നീ എല്ലാവരെയും ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ. നഷ്ടപ്പെട്ടു പോയ പ്രത്യാശയെ നീ വീണ്ടും കത്തി ജ്വലിപ്പിക്കണമേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കുരിശ് നിങ്ങൾക്ക് സംരക്ഷണമാകട്ടെ. അവിടുത്തെ വലിയ ഉത്ഥാനം നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് കാരണമാകട്ടെ. അവയുടെ സ്വർഗത്തിൽ നിന്ന് 2-ാമത്തെ ആഗമനം നിങ്ങൾക്ക് കാത്തിരിപ്പിൻ്റെ വലിയ പ്രത്യാശയുടെ ദിവസങ്ങൾ നൽകുമാറാകട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ, സമാധാനത്തിൽ വിട്ടയക്കുവാൻ ഇടയാകുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, ഒരു പുത്തൻ പന്തക്കൊസ്തായ അനുഭവത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതം, കർത്താവെ, ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജ്വലിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നവരാക്കി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ദൈവമക്കളാക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധയാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. ദൈവമക്കളുടെ ലക്ഷണം അതാണ്. പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുമ്പോൾ, എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ
ദൈവമകനാകുന്നത്, ദൈവമകളാകുന്നത്, ഈ ബോധ്യം ദൈവവചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് നയിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ മകനാകുന്നത് എങ്കിൽ പരിശുദ്ധാത്മാവ് നയിച്ച ജീവിതങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ അന്വേഷണം നടത്തണം. ദൈവപുത്രനായ മിശിഹ നയിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട യേശുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഈശോയുടെ അപ്പസ്തോലന്മാരുടെ ജീവിതം, ആദിമ സഭയുടെ ജീവിതം നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജീവിതമാണ്. സഭയിലെ വിശുദ്ധരുടെ ജീവിതങ്ങൾ പരിശോധിക്കുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ഇന്നും ജീവിക്കുന്ന അനേക സാക്ഷികൾ യേശുവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ ഈ ലോകത്തിൽ കടന്നു പോകുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ് അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് സുവിശേഷത്തിലൂടെ, തിരുവചനങ്ങളിലൂടെ യേശുവിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുണ്ടായത്, അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവരെ നയിച്ചത്, ഈ ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിന്റെ 5 മാനങ്ങൾ എന്ന് ഞാൻ ഇതിന് വിശേഷിപ്പിക്കും. യേശുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അത്ഭുതകരമായ ആ വഴിനടത്തലിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. എത്രയോ മനോഹരമായൊരു വചനമാണ്. പ്രിയമുള്ളവരെ, സ്വർഗം തുറക്കാനുള്ള താക്കോൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുക എന്ന് ദൈവപുത്രനായ യേശുവിന്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. യേശുവിന്റെ ജീവിത ശൈലിയിൽ പ്രാർത്ഥനയിലൂടെ അവൻ സ്വർഗം തുറന്നെങ്കിൽ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, പന്തക്കൊസ്താ ദിനം സമാഗതമാകുമ്പോൾ ഇവർ ഏകമനസ്സോടെ പരിശുദ്ധ കന്യകാമറിയത്തോടൊത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തുടർന്നുള്ള സംഭവങ്ങളുടെയൊക്കെ ആരംഭം എവിടെയാണ്? എങ്ങനെയാണ് ഒരു പന്തക്കൊസ്തായ അനുഭവം സഭയിലുണ്ടായത്? എവിടെ നിന്നാണ് ഈ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്? പ്രാർത്ഥിച്ച് അത്ഭുതകരമായ ആ പ്രാർത്ഥനയുടെ താക്കോലുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറക്കുമ്പോഴാണ് ഈ അനുഭവത്തിലേക്ക് വരുന്നത്. യേശുവിന്റെ ജീവിതത്തിലും അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലും ഈ സാമ്യം നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മുടെ ഊഴമാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. ദൈവസന്നിധിയിൽ കർത്താവിന്റെ അത്ഭുതകരമായ ആ സാന്നിധ്യത്തിൽ വിശ്വസിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗം തുറക്കുമ്പോൾ ഉറപ്പാണ് ഒരു പന്തക്കൊസ്തായ അനുഭവം. ആ പ്രാർത്ഥനാ അനുഭവത്തിന്റെ തുടർച്ചയായി ദൈവാത്മാവിന്റെ അതിവർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഒന്നാമതായി പ്രാർത്ഥനയിലൂടെ സ്വർഗം തുറക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി ഈ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ഫലമായി ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. പ്രാർത്ഥനയിലൂടെ സ്വർഗം തുറക്കപ്പെട്ടു. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വരിക. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി എന്താണ് ഉണ്ടായത്? നമ്മൾ വായിക്കുന്നു, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 3-ാം തിരുവചനം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നിരിക്കുന്നത് അവർ കണ്ടു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലൂടെ സ്വർഗം തുറന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഒരു പന്തക്കൊസ്താ അനുഭവത്തിന്റെ ആദ്യ പടിയാണിത്.
അത്ഭുതകരമായ ഈ ആത്മാവിനെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് ദൈവമക്കളുടെ അവകാശമാണ്. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ അടുത്തപടിയായി എന്താണ് സംഭവിക്കുക? യേശുവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? നമ്മൾ വായിക്കുന്നു ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ആ വ്യക്തി നിറയുന്നു എന്നുള്ളതാണ്. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. സ്വർഗം തുറന്നു, ആത്മാവ് ഇറങ്ങി വന്നു. ആത്മാവ് അവരിൽ അത്ഭുതകരമായ നിറവായി ശക്തിയായി മാറുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ഞാൻ ശക്തി ധരിക്കും. അതാണ് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. ആ ശക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതാണ് പന്തക്കൊസ്തായുടെ ഒരുക്കം എന്ന് പറയുന്നത്. 4-മതായിട്ട് നമ്മൾ കാണുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ ഈശോ തന്റെ ശുശ്രൂഷ ആത്മാവിന്റെ അഭിഷേകത്തോടെയുള്ള ശുശ്രൂഷയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷയിലുടനീളം അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ ദർശിച്ചില്ലേ? എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് ആരംഭത്തിലെ യേശുക്രിസ്തു വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവിടുന്നാണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഈ അഭിഷേകത്തിന്റെ നിറവ്, അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിലാണ്. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് വരിക. പന്തക്കൊസ്തായെ കുറിച്ചുള്ള വിവരണത്തിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 15-ാമത്തെ വചനത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജ്വലിക്കുമ്പോൾ ആ പന്തക്കൊസ്തായ അനുഭവത്തിന്റെ ദൃക്സാക്ഷികളായ മനുഷ്യർ, അവർക്ക് വിവരിക്കാനാകാത്ത ഒരു അനുഭൂതിയിൽ, സ്വർഗീയമായ നിറവിൽ അവർ ആഹ്ലാദിക്കുമ്പോൾ ജനം കുറ്റപ്പെടുത്തുന്നുണ്ട്, അവർ മദ്യപിച്ച് ലഹരി പിടിച്ചവരാണ്. അല്ല, എന്താണ് ഈ ലഹരിയുടെ കാരണമെന്ന് വളരെ വ്യക്തതയോടെ പത്രോസ് പറയുന്നുണ്ട്. അവിടെ പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ മദ്യപിച്ച് ലഹരി പിടിച്ചവരല്ല. ഇവർ മദ്യപിച്ച് ലഹരി പിടിച്ചവരല്ല. ജോയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇത് ദൈവം വർഷിച്ച ആത്മാവിന്റെ അഭിഷേകമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ വിലയിരുത്തിയിട്ട് ദൈവോന്മുഖമായ ഒരു ജീവിതത്തിലൂടെ നമുക്ക് ഇത് അവകാശപ്പെടാൻ കഴിയുമോ? എന്റെ ചിന്ത, എന്റെ ബുദ്ധി, എന്റെ വാക്കുകൾ, എന്റെ പ്രവർത്തന ശൈലികൾ, എന്റെ ബന്ധങ്ങൾ, എന്റെ ജീവിത ശൈലികളൊക്കെ വിലയിരുത്തിയിട്ട് ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണെന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. 5-മതായിട്ട് യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ ഈ ജീവിത ശൈലിയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവപുത്രന്റെ ജീവിതത്തിന്റെ ആത്മ അഭിഷേകത്തിന്റെ ഈ നിറവിന്റെ പരിണത ഫലം എന്താണ്? നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാം തിരുവചനം. കർത്താവിന്റെ അത്ഭുതകരമായ ഈ അഭിഷേക നിറവ് എന്താണ് പരിണത ഫലം? അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. അവൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അവൻ രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തി. ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക, ആധികാരികമായി അവരെ പഠിപ്പിക്കുക, ജനത്തെ സുഖപ്പെടുത്തുക. ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി എന്റെ സ്വാർത്ഥതയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങാനുള്ളതല്ല. ഇത് പുറത്തേക്കിറങ്ങാനുള്ളതാണ്.
അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് ഈ ജീവിത സാമ്യമൊന്ന് പരിശോധിക്കുക. നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനത്തിന് അത്ഭുതകരമായ സൗഖ്യമുണ്ടായി. പത്രോസൊക്കെ നടന്നു പോകുന്ന വഴികളിൽ രോഗികൾ അവന്റെ നിഴൽ തട്ടി സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ട് അവരെ കൊണ്ടുകിടത്തി എന്നാണ് പറയുക. അപ്പോൾ ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് പെന്തക്കോസ്തായ അനുഭവം? നമ്മൾ ഇന്ന് ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതിന്റെ അന്തരാർത്ഥം എന്താണ്? ഇതെങ്ങനെയാണ് സംഭവിക്കുക? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിത ശൈലിയുടെ 5 മാനങ്ങളെ ദൈവപുത്രന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അതുപോലെ തന്നെ സാമ്യതയിൽ ആ ജീവിതം നയിച്ച അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ദൈവാത്മാവിന്റെ ചിറകടികൾ, ആത്മാവിന്റെ അഭിഷേകമുള്ള ജീവിതങ്ങൾ അത് സഭയിൽ കുറവായി കണ്ടപ്പോഴാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവം ഞങ്ങൾക്ക് തരണമേ. കത്തോലിക്ക സഭയുടെ നവീകരണത്തിന്റെ കൊടുങ്കാറ്റ് വീശിയ വത്തിക്കാൻ കൗൺസിൽ, അതിനുശേഷമുള്ള നവീകരണ മുന്നേറ്റങ്ങൾ, ഇപ്പോൾ സഭയുടെ മുഖം. പ്രിയമുള്ളവരെ, ഈ നവീകരണത്തിന്റെ അത്ഭുതകരമായ കാറ്റുവീശിയത് ഈ പ്രാർത്ഥനയിലൂടെയാണ്. ആദിമസഭയിൽ എന്നതുപോലെ ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവം കർത്താവെ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് നമ്മൾ അതാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചിന്തിച്ച ഈ ദൈവവചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ യാഥാർത്ഥ്യമാക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട 5 കാര്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. ഒന്നാമത്, പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തെ തുറക്കുന്നവരാകണം നമ്മൾ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിക്കണം. കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കൊക്കെ അപ്പുറത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് കർത്താവിന്റെ പക്കൽ നമ്മൾ മുട്ടുമടക്കണം. പ്രാർത്ഥനയുപേക്ഷിച്ചിട്ട് പെന്തക്കോസ്തായ അനുഭവത്തിനായി കാത്തിരിക്കരുത്. അത് അസാധ്യമാണ്. ഇന്ന് വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ, കൂട്ടായ്മകളിൽ നമുക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അതാണ്. നീ ഒരു പുതിയ അഭിഷേകത്തിനായി ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ഒരു ദിവസത്തിൽ അല്പം സമയമെങ്കിലും കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ട് സ്വർഗത്തെ നീ ദർശിക്കണം. രണ്ടാമതായി, ഈ ആത്മാവിന്റെ അഭിഷേകം കർത്താവിന്റെ മുൻപിൽ ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് യേശുക്രിസ്തുവിന്റെ മേൽ പ്രാവിന്റെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ, അപ്പസ്തോലന്മാരുടെ മേൽ തീജ്വാലകളായ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ, ഇന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്നുള്ളത് സത്യമാണ്. ആ ആത്മാവ് നൽകുന്ന സന്തോഷം, ആ ആത്മാവ് നൽകുന്ന ആനന്ദം നമ്മളത് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ നിറവ്, ഈ ആനന്ദമാണ് നമുക്ക് തരിക. അതുകൊണ്ടാണ് കൊരിന്ത്യസ്സുകാർക്കുള്ള 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നത്, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. അപ്പൊ ആത്മാവ് ഇറങ്ങി വരുന്നു. മൂന്നാമതായിട്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയുക. ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയുക. അതിന് ത്യാഗം ചെയ്യണം, അതിന് കാത്തിരിക്കണം, അതിന് വില കൊടുക്കണം. ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയുക. ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് വരദാന ഫലങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ ഒരു ശക്തിയാണ്, ഒരു നിറവാണ്. നാലാമതായിട്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണ് എന്റെ ജീവിതമെന്ന് സാക്ഷ്യപ്പെടുത്തുക, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ. അഞ്ചാമതായിട്ട്, സ്വാർത്ഥതയുടെ പുറന്തോടുകൾ പൊട്ടിച്ച ഞാനും എന്റെയും എന്നുള്ള ശൈലികൾ വിട്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന വീഥികളിലേക്ക് നീ ഇറങ്ങണം. നിന്റെ ജീവിതത്തിന് ദൈവം നൽകിയിരിക്കുന്ന ദൈവവിളി എന്താണ്?
ആ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? അത് പൂർണ്ണതയിൽ നിറവേറ്റാൻ കഴിയുമ്പോൾ, നീ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും യേശുവിന് സാക്ഷ്യം കൊടുക്കാൻ കഴിയുമ്പോൾ, നിന്റെ ജീവിതത്തിലെ ഓരോ ചലനവും യേശുവിന്റെ സുവിശേഷത്തിന്റെ പ്രഘോഷണമായി തീരുമ്പോൾ, അത്ഭുതകരമായി ഈ കാലഘട്ടത്തിൽ ജനം ദൈവത്തെ തിരിച്ചറിയും. അത്തരത്തിൽ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. അതുകൊണ്ട് ദാനങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ നിന്ന് ദാനങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ഒരു പുത്തൻ പന്തക്കൊസ്ത അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ആത്മാവിന്റെ അഭിഷേകമുള്ള ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഈ അഭിഷേക ജീവിതം അനേകർക്ക് ആശ്വാസവും സമാധാനവുമായി തീരുന്നതിന് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഉപയോഗപ്പെടുത്തണമേ. കർത്താവിന്റെ കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ. ആമേൻ.